പൈസക്കരിയിൽ ഇന്നലെ നടന്ന വാഹനാപകടത്തിന് പ്രധാന കാരണം റോഡിൽ കെട്ടിക്കിടന്ന ചരലാണെന്ന് പ്രദേശവാസികളുടെ ആരോപണം. പൈപ്പ് ലൈൻ പണിയുടെ ഭാഗമായി റോഡ് പൊളിച്ച ശേഷം ചരൽ റോഡിലാകെ ഒലിച്ചിറങ്ങി അപകടാവസ്ഥ രൂപപ്പെട്ടത്. റോഡിലൂടെ സഞ്ചരിച്ചിരുന്ന വാഹനങ്ങൾ നിയന്ത്രണം വിട്ട നിലയിലായിരുന്നുവെന്നും നിരവധി തവണ ചെറിയ അപകടങ്ങൾ ഇവിടെ പതിവായിരുന്നുവെന്നും നാട്ടുകാർ പറയുന്നുണ്ട്. ഇന്നലെ നടന്ന അപകടത്തോടെയാണ് വിഷയത്തിൽ വീണ്ടും ശക്തമായ പ്രതിഷേധമുയർന്നത്. ഒരു പണിയെടുത്താൽ അതിന് സമയബന്ധിതമായ പൂർത്തീകരണം വേണം. പണി തുടങ്ങി റോഡ് പൊളിച്ചിട്ട് മാസങ്ങളോളം ഇത്തരത്തിൽ ഉപേക്ഷിക്കുന്നത് ജനങ്ങളുടെ ജീവൻ അപകടത്തിലാക്കുന്നതാണ് എന്നാണ് പ്രദേശവാസികളുടെ പ്രതികരണം. മഴ ശക്തമായതോടെ ചരളും ചളിയും നിറഞ്ഞ റോഡിലൂടെ യാത്ര ദുരിതമായി മാറിയിരിക്കുകയാണ്. ബന്ധപ്പെട്ട അധികൃതർ അടിയന്തരമായി ഈ റോഡ് ശുചീകരിച്ച് സുരക്ഷാ നടപടികൾ സ്വീകരിക്കണമെന്നും പൈപ്പ് ലൈൻ പണി വേഗത്തിൽ പൂർത്തിയാക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നുണ്ട്. ഈ പൈസക്കരി ഭാഗത്ത് മാത്രമല്ല, ചെമ്പേരി ഭാഗത്ത് നോക്കിയാലും ഈ പയ്യാവൂർ ഭാഗത്ത് നോക്കിയാലും ഇത് ഏത് ഭാഗത്ത് നോക്കിയാലും കൃത്യമായ രീതിയിൽ റോഡുകൾ പൊളിച്ചിട്ട് ചളിയും ചരളുകളും റോഡിലേക്ക് വന്ന് അത് ഈ യാത്രക്കാരെയും ഈ നാട്ടുകാരെയും ദുരിതത്തിലാക്കുകയാണ് ചെയ്യുന്നത്. ഇന്നലെ നടന്നൊരു സമാനമായ സംഭവമുണ്ട്. അത് ഈ നാടിനാകെ ഞെട്ടിച്ച രീതിയിലുള്ളൊരു സംഭവമായിരുന്നു. ഒരു എക്സാമിൻ്റെ ഭാഗമായിട്ട് കോളേജിലേക്ക് പോകുന്നൊരു കുട്ടിയായിരുന്നു ഇവിടെ ചരളിൽ തെന്നി മാറുകയും ആ തെന്നി മാറിയത് നേരെ ഒരു ലോറിയിലേക്കാണ് പെട്ടത്. ആ ഏറ്റവും വലിയൊരു ദുരന്തമാണ് നടന്നിട്ടുള്ളത്. നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഒരു അപകടം വന്നതിന് ശേഷം അത് പൂർത്തീകരിച്ചിട്ട് കാര്യമില്ല. അതിനുള്ള പരിഹാരം എത്രയും പെട്ടെന്ന് എടുക്കുകയാണ് വേണ്ടത്. എന്തായാലും ഇവിടുത്തെ നാട്ടുകാരുടെ അഭിപ്രായം നമുക്ക് അറിയേണ്ടതുണ്ട്. CCTV-ലുണ്ട് 9:47 അപകടം നടന്നത്. അതുമാതിരി വാല 3 ടിപ്പർ ഇറങ്ങി വന്നു. കാര്യം ഇപ്പം ടിപ്പർ അവൻ്റെ സൈഡിലേ ഉള്ളത്, പക്ഷെ പറഞ്ഞിട്ടല്ല അവൻ്റെ അമിത സ്പീഡ് കൊണ്ടാണ് ഇത് ഒരു പരിധി വരെ. സ്കൂൾ തുറക്കാനൊക്കെ അവിടെ ഒരു നാട്ടിൽ ഒരു സ്പീഡ് കൗണ്ടർ വെക്കുവാണെങ്കിൽ നമുക്ക് വളരെ ഉപകാരമായിരിക്കും. എല്ലാ വണ്ടിയും ചവിട്ടി സ്പീഡ് കുറച്ച് പൊക്കോളും. അതാണ് അർജൻറ്റായിട്ട് വേണ്ടത്. നമ്മൾ ആ മലപ്പട്ടം റോഡിലൊക്കെ എന്തുമാത്രം വെച്ചേക്കുന്നത്. ഇവിടെ അതുകൊണ്ട് അവിടെ മുതൽ സ്ട്രെയിറ്റ് റോഡാണ് ഇവിടെ സ്പീഡ്. അതെ. നമുക്കിപ്പോൾ ഈ ബെല്ല് വണ്ടി പോകുന്നതാണ്, ചെറിയ വണ്ടിക്കൊന്നും ഒരു സൈഡ് വണ്ടി തിരിയില്ല. സ്കൂൾ തുറക്കുന്നത് ഭയങ്കര പ്രയാസം തന്നെയാണ് ഇവർ. അധികൃതർ ഇതുവരെ അവരൊന്നും ചെയ്യുന്നില്ല, ഇറങ്ങുന്നില്ല, ഒന്നുമില്ല, ഇതുവരെ ഒന്നും ചെയ്തില്ല. ജസ്റ്റ് വന്നാലെന്നാ ഒരു മെമ്പറോ ആരെങ്കിലും വന്നാൽ ചരല് മാത്രം ഒന്ന് തോണ്ടിക്കളയാൻ അതിനൊന്നും ആരും നിൽക്കില്ല. ആ ചരല് പോലും തോണ്ടിക്കളയാൻ ഇതുവരെ ആരും വന്നിട്ടില്ല. ഇന്നലെ ഇപ്പം ഇനി മഴക്കാലമല്ലേ വരുന്നത്. മഴക്കാലം വന്നു കഴിഞ്ഞാൽ വെള്ളം മുഴുവൻ ഈ റോഡിൽ കൂടെ ഒഴുകുന്നത്. ആ വെള്ളം അതിൽ പോകുന്നില്ല. അതുകൊണ്ട് അറിയാം വെള്ളമാണ്. കാരണം ഇത് കഴിഞ്ഞ ആഴ്ച വെള്ളം ഒഴുകി പോയത്. ഇത് പല പ്രാവശ്യം ഞങ്ങൾ മണ്ണിട്ട് ലെവലാക്കിയതാണ്. അതൊക്കെ മുഴുവൻ ഒഴുകി പോവുകയായിരുന്നു. കാരണം ആ വെള്ളം വന്നിട്ട് അതിലേ വന്ന് ഒരു മണ്ണ് വന്നിട്ടില്ല കണ്ടോ. അത് നോക്കി, അത് മുഴുവൻ ഈ മഴയെ തൊലിച്ച് ചെളിയായിട്ട് റോഡിലേക്ക് വരും. അധികാരത്തിൽ ഇന്നലെ ശ്വാസം എല്ലാവരും വന്നു. ആ സമയത്ത് എല്ലാവരും പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം വന്നു. അവരവരുടെ പണിയും കഴിഞ്ഞ് അവരുടെ കൊണ്ടുപോയി പൊടി തട്ടി അവർ പോയില്ലേ. ആ മണ്ണ് കോരുന്ന കാര്യം പറഞ്ഞപ്പോൾ PW വന്ന് കോരട്ടെ. PWക്കാർ വന്നു ആ മണ്ണ് കോരുമോ? നിങ്ങൾ അവിടെ നോക്കിയാൽ മതി. അപകടം നടന്നതിൻ്റെ ഓപ്പോസിറ്റ് കാന മണ്ണ് നിറഞ്ഞു കിടക്കുമോ. വെള്ളം ഫുള്ള് ഇതിലൂടെ റോട്ടിൽ കൂടി ഒഴുകും. മഴ പെയ്താലും അവിടെ കലിങ്ക് ബ്ലോക്കാണ്. അതിൻ്റെ അടിയിൽ ഫുള്ള് മറ്റേ മണൽ വന്ന് നിറഞ്ഞു വെച്ച് മഴക്കാലത്ത് വെള്ളം മൊത്തം റോട്ടിൽ കൂടി ഒഴുകുക. നമ്മൾ പലരോടും ഇങ്ങനെ സംസാരിച്ച് ചെയ്യുമ്പോൾ അവർക്കൊരു ഉത്തരവാദിത്വമില്ല. ആരും മാന്തുന്നൊരു പണിക്കാരെ വന്ന് മാന്തുന്നത്. അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊന്നും ചെയ്യുന്നുമില്ല. ഇപ്പം കണ്ടില്ലേ കുട്ടി വണ്ടിയുടെ അടിയിൽ പോകാൻ ആ ചരലിൽ നിന്നാണ് ഈ ആ ചരല് തെന്നിയതാണ് കൊച്ചു. ആ കൊച്ചു അതിൻ്റെ ഉള്ളിലേക്ക് പോകാനുള്ള കാരണം ചരല് തെന്നിയത് തന്നെയാണ്. അതുപോലെ തന്നെ എല്ലാ ഭാഗത്തും അത് എങ്ങനെയാണെന്ന അവസ്ഥ. നമ്മുടെ ഈ ഭാഗത്തും പൈസക്ക് ചെമ്പേരി ആ ഭാഗത്തും എല്ലാം മൊത്തം ഇതാണ് അവസ്ഥ. പറഞ്ഞിട്ട് സംഭവിച്ചു കഴിഞ്ഞിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇത് ഇല്ല. അവര് നമ്മളിവിടെ ലേബർ തൊഴിലാളികൾ മാത്രമല്ല ഇവിടെ വരുന്നുള്ളൂ. അവർ വരുന്നു, അവരോട് ഇത് പറയുമ്പോൾ അവർക്ക് ഭാഷ വരെ അറിയത്തില്ലാത്തവരാണ് ഇവിടെ വന്ന് ചെയ്യുന്നത്. അതുകൊണ്ടുള്ള ബുദ്ധിമുട്ടുകളും ഭയങ്കരമാണ്. നമുക്ക് പിന്നെ ആരോട് പറയാനാ, എന്താ പറയുന്നത്? പരിഹാരം വേഗം കണ്ടില്ലെങ്കിൽ ഇനി അപകടങ്ങൾ ഉണ്ടാകും. ഞാൻ ഇവിടുത്തെ വ്യാപാരി വ്യവസായയുടെ പ്രസിഡൻ്റാണ്. അപ്പോൾ ഇത് തുടങ്ങിയപ്പം മുതൽ ഞങ്ങൾ പല പ്രാവശ്യം പറയുന്നുണ്ട്, നിങ്ങൾ എങ്ങനെയാണോ ഇത് ആരംഭിക്കുന്നത് അതുപോലെ തന്നെ തിരിച്ചാക്കിയിട്ട് പോകണം അങ്ങനെ പറഞ്ഞത്. പക്ഷേ നമ്മുടെ ചുമ്മാ കിടന്ന് പറയാനേ ഉള്ളൂ. ആരോടും ഇതിന് പറയാനില്ല. ആരാ ഇതിൻ്റെ അതോറിറ്റി എന്ന് അറിയത്തില്ല. അവർക്ക് തോന്നുന്ന പോലെ വന്ന് പൊളിച്ചിട്ട് പോകുന്നു, പിന്നെ ഇത് മൂടുന്നു. ഇനിയിപ്പം കുട്ടികളൊക്കെ ഇഷ്ടംപോലെ വരുന്ന സമയം, സ്കൂളിൽ വരുന്ന സമയം ആദ്യമേ പറയുന്നത്. പിന്നെ നമ്മുടെ ഇവിടെ സ്റ്റോപ്പിലൊക്കെ ഇരിക്കുമ്പോൾ നമുക്കറിയാലോ, ഇതിൽ പൊടി കാരണം നമുക്ക് അസഹനീയമായിട്ട് ഒരു വൃത്തിയും രക്ഷയില്ല. പിന്നെ വെള്ളമൊക്കെ നമ്മുടെ സ്വന്തം ഇഷ്ടത്തിന് നമ്മൾ സ്വന്തമായിട്ട് എടുത്ത് നനയ്ക്കുന്നൊക്കെ ഉണ്ടായിരുന്നു, പലപ്പോഴും നനയ്ക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇതിപ്പോൾ മഴ പെയ്തപ്പോഴാണ് അവിടുന്ന് ഈ ചരലെല്ലാം കൂടെ ഇങ്ങോട്ടേക്ക് വന്ന് കയറിയത്. പലപ്പോഴും നമ്മളിൽ ബൈക്കിന് പോകുമ്പോൾ തന്നെ നമ്മൾക്ക് അറിയാവുന്നതുകൊണ്ട് നമ്മളിവിടെ സൂക്ഷിച്ചാണ് പോകുന്നത്. ഒറ്റ മഴ പെയ്താൽ ഇവിടെ മുഴുവൻ ചെളിക്കുളവാണ്. അപ്പോൾ ആ ഒരു അവസ്ഥ ഈ പൈപ്പ് ലൈൻ്റെ ഈ പണി കൊണ്ട് മാത്രം ഉണ്ടായതാണ്. കാരണം വികസനം നന്നോട്ടെ, അതൊന്നും കുഴപ്പമില്ല, ഇതെല്ലാം ആവശ്യമുള്ള. പക്ഷേ അത് ചെയ്തിട്ട് പോകാനുള്ള ഉത്തരവാദിത്വം ഇത് പൊളിക്കുന്നവർക്കില്ലേ? അതേ നമ്മൾ പറയുന്നുള്ളൂ. നിങ്ങളിത് പൊളിക്കുമ്പം അത് അതേപടി ആക്കി വെച്ചിട്ട് പോകാനുള്ള ഉത്തരവാദിത്വം അവർക്കുണ്ട്. അതല്ല എല്ലാവരും ചെയ്യേണ്ടത്. ഇതിപ്പോൾ ഒരു വികസനത്തിന് ആരും തടസ്സമല്ല. പക്ഷേ അപകടം ഉണ്ടായാലാണ്
എല്ലാവരും ഉണരുള്ളൂ. ഇപ്പം അപകടം ഉണ്ടാകുമ്പോൾ അവനോട് തന്നെ പോവുള്ളൂ. ഇപ്പം ആ കുട്ടിക്കും അവരുടെ മാതാപിതാക്കൾക്കും അല്ലേ പോയത്, ബാക്കി ആർക്കും പ്രശ്നമൊന്നുമില്ല. അധികാരികൾക്കില്ല, നമ്മളത് പെട്ടെന്ന് മറക്കും. അധികാരികൾക്കും പ്രശ്നമില്ല. ഒരു ദാരുണമായ അവസ്ഥയാണ്. ഇതിപ്പം നമ്മുടെ ഇവിടുത്തെ മാത്രമല്ല, ഈ മലയോര മേഖലയിലെ മുഴുവൻ റോഡുകളും ഇപ്പോൾ ഈ മഴക്കാലത്ത് അല്ല. ഇപ്പം ചെമ്പേരിൽ ബസ്സൊക്കെ താന്ന് നമ്മൾ കണ്ടതല്ലേ. ഇതെങ്കിലും കണ്ട് അധികാരികൾ കണ്ണ് തുറക്കുക. ആ കലിങ്ക് ആദ്യം പൊളിച്ചത് നന്നാക്കണം. കാരണം മോളിൽ നിന്ന് വരുന്ന വെള്ളം ഒരിക്കലും ഇങ്ങനെ വെട്ടിത്തിരിഞ്ഞ് പോകാൻ പറഞ്ഞാൽ വെള്ളം പോയില്ല. അതുകൊണ്ടാണ് അവിടെ കാന നിറഞ്ഞത്. ആ കാന നിറച്ച് മണ്ണ് മൂടി കഴിഞ്ഞ ദിവസം ആ മണ്ണ് കോരാൻ പറഞ്ഞതാണ്. അതുപോലും അനധികൃതം ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് അവിടെ റോഡ് നിറഞ്ഞ് വെള്ളം കയറിയതും ആ റോഡിൽ ചരൽ വരാൻ കാരണവും ആ കലുങ്ക് പൊളിച്ച് ആദ്യം ലെവലിൽ വെള്ളം വിടണം. ആ കലുങ്ക് പൊളിച്ച് നന്നാക്കണം. അത് ആരും വരുന്നില്ല. അതുപോലെ പൈപ്പ് ലൈന് പണിയെടുത്തിട്ട് ഇമാർ ഈ പൊടി കാരണം ഇവിടെ ഞായറാഴ്ച ഞങ്ങൾ ഈ സ്റ്റാൻഡിൽ വണ്ടി ഓടുന്ന ഇമാരോട് നനച്ചിട്ട് പണിയെടുക്കാൻ മതി. ഇമാർ നനച്ചിട്ട് പണിയെടുത്തില്ല. എന്നിട്ട് ഞാൻ കയറി വണ്ടി തടഞ്ഞിട്ട് പയ്യായിരുന്നു തൊട്ടി വണ്ടിക്ക് വെള്ളം കൊണ്ടുവന്ന് നനച്ചിട്ട് പണിയെടുത്തു. ഇങ്ങനത്തെ അനാസകൾ. പിന്നെ ടിപ്പർ അമിത വേഗത. അവിടെ റോട്ടിലൊരു സ്പീഡ് കൗണ്ടർ വെക്കാനുള്ള സംവിധാനം ചെയ്യുവാണെങ്കിൽ അത് ഏറ്റവും നല്ലതായിരിക്കും. കാരണം വെച്ചാൽ ടിപ്പർ ആ വളവ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് അടുത്ത ഗീറം കിട്ടി കഴിഞ്ഞാൽ പിന്നെ അമ്മമാർക്ക് ഒരു നോട്ടവും ഇല്ല. അത് ഇവിടുന്ന് ഒരു പോക്കറ്റ് റോഡാണ്. ഇവിടുന്ന് ഒരു വണ്ടി കയറി വന്നാൽ അമ്മമാരെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. ചവിട്ടിയാലും നിൽക്കിയാലും ഒന്നുമില്ല. അമിത സ്പീഡ് ടിപ്പർ 10 മണി വരെ അമ്മമാരങ്ങ് നോക്കി വയ്ക്കും. അതുപോലെ ഇന്നലെ 9:40 അപകടം നടന്നു. ഇവിടെ സ്കൂളിൽ കോളേജും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അമ്മമാരതൊന്നും വഹിച്ചിട്ടില്ല. ടിപ്പറിൻ്റെ അമിത സ്പീഡും ഒരു പരിധി വരെ അപകടത്തിന് കാരണമാണ്. ആ ലോഡ്ജിൻ്റെ അവിടെ കഴിഞ്ഞാൽ പിന്നെ ഇമാർക്ക് ഡയറക്റ്റ് നോട്ടം കിട്ടും. അമ്മമാർ അടുത്ത ഗീറം കിട്ടി കഴിഞ്ഞാൽ പിന്നെ ഒരു പാച്ചിലങ്ങോട്ട്. ആ പൊടി അന്നമാരോട് ഞാൻ പറഞ്ഞു, നിങ്ങളൊന്ന് മെല്ലെ പോയി, ഇവിടെ മുഴുവൻ പൊടിയാണ്. അവർ അമ്പലും വില്ലും കൂട്ടായിട്ടില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരേ പാച്ചി. ഇതാ അവസ്ഥ. ഒരു പ്രധാനപ്പെട്ട കാര്യം നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. ഒരു കുടിവെള്ളത്തിന് വേണ്ടി ജനങ്ങൾക്ക് നല്ലതിന് വേണ്ടിയൊക്കെയാണ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. പക്ഷേ അത് ചെയ്തപ്പോഴും അവിടെ പോകുന്നത് ഒരു ജീവനാണ്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഒരു അശ്രദ്ധ. ഈ ഒരു പൈപ്പ് ലൈൻ പണി തുടങ്ങിയാൽ അത് സമയബന്ധിതമായി പൂർത്തീകരിക്കുകയും ആ ഭാഗത്തെ റോഡുകൾ റെഡിയാക്കുകയും ചെയ്യേണ്ട ഉത്തരവാദിത്തം അവിടുത്തെ അധികൃതർക്കാണ്. ഇന്നലെ നടന്നൊരു അപകടം, പ്രധാനമായിട്ടുള്ള അപകടത്തിന് കാരണം എന്ന് വെച്ചാൽ ചരലാണ്. ഈ ലോറിയുടെ അമിത വേഗതയും ഉണ്ടെന്നാണ് ഇവിടുത്തെ നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നത്. വേറെ നാട്ടുകാർ ഉന്നയിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്നുണ്ട്, കൃത്യമായിട്ട് പറയുന്നുണ്ട്, പക്ഷേ ഇവർ ഒരു നടപടി സ്വീകരിക്കുന്നില്ല. അത് എന്തുകൊണ്ടാണ്? ജനങ്ങൾക്ക് പറയാനേ പറ്റൂ, അതിനുശേഷം നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന രീതിയിലുള്ളൊരു മറുപടിയും നമ്മൾ ഇവിടുത്തെ ജനങ്ങൾ കേട്ടതാണ്. നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പയ്യാവൂരിൽ നിന്ന് പൈസക്കരി ചെമ്പേരി ഈ ഒരു പാത എന്ന് പറഞ്ഞാൽ മലയോര ഹൈവേ ഒന്നുമില്ല. ആ മേഖലയിൽ ഈ രീതിയിൽ കൂടി പൈപ്പ് ലൈൻ്റെ പണി തുടർന്ന് റോഡുകൾ ഇല്ലാതാക്കുകയും ചെയ്തിട്ടാണ് ഈ രീതിയിലുള്ള അപകടം സാധിക്കുന്നത്. ക്യാമറ പേഴ്സൺ ജിഷ്ണുവിനൊപ്പം അതുൽ ബ്ലാത്തൂർ, ഏജന്റ്.